6 വർഷത്തിന് ശേഷം അങ്ങനെ റിലീസ് ആയിരിക്കുകയാണ് തുമ്പാട്. കഴിഞ്ഞ ആഴ്ചയാണ് സിനിമ റിലീസ് ആയത്. ആൻഡ് ഇന്നാണ് കാണാൻ പറ്റിയത്. തൃശ്ശൂർ ഐനോക്സിന്നാണ് കണ്ടത്. ഒരു ദിവസം ഒരു ഷോ ഈ പടം ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും സിനിമ ഞാൻ കാണുന്നത് 2020 കോവിഡ് ലോക്ക്ഡൗൺ ടൈമിലാണ്. ആ സമയത്താണ് നമുക്ക് ആമസോൺ പ്രൈം അങ്ങനെയുള്ള OTT സബ്സ്ക്രിപ്ഷനൊക്കെ കിട്ടി. അതിലിങ്ങനെ സിനിമകൾ ഇങ്ങനെ തപ്പുമ്പോഴായിരുന്നു തുമ്പാടിനെ കുറിച്ചിട്ട് കണ്ണിൽ പെട്ടത്. ആൻഡ് പല ഗ്രൂപ്പുകളിലും അന്ന് ഇതിനെക്കുറിച്ച് ഡിസ്കഷനും കണ്ടിരുന്നു. ആൻഡ് അന്ന് ഈ പടം ഇരുന്ന് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് 1918 മുതൽ 1947 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ഫോക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, ഒരു മിത്തോളജിനെ ബേസ് ചെയ്തുകൊണ്ട് പടത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ മനുഷ്യന്റെ ഉള്ളിലുള്ള ആർത്തിനെയും അല്ലെങ്കിൽ കാമം, അത്യാഗ്രഹം പോലുള്ള ഇമോഷൻസിനെയൊക്കെ വളരെ വെൽ ആയിട്ട് റിട്ടേൺ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ഒരു മൂവി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു 5 കോടി രൂപയ്ക്ക് എടുത്തു വെച്ചിട്ടുള്ള മൂവിയിൽ അവർ എന്തൊക്കെയാണോ കൊണ്ടുവരേണ്ടത് അതിനൊക്കെ പ്രോപ്പർ ആയിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു അന്ന് ഇത് അവതരിപ്പിച്ചത്. പക്ഷെ അന്ന് ഈ സിനിമ ബോക്സ് ഓഫീസിൽ അത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല. OTT റിലീസിന് ശേഷമാണ് ഈ സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള റെക്കഗ്നിഷൻ കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഡയറക്ടർക്ക് 1997 ഈ സിനിമയെ കുറിച്ചുള്ള ഒരു സ്റ്റോറി, ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് അദ്ദേഹം എഴുതുന്നത്. അതിന്റെ കുറെ വർഷങ്ങൾക്ക് ശേഷം പലതവണ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യും. പക്ഷെ പിന്നീട് പല പ്രൊഡ്യൂസേഴ്സ് ബാക്ക് ഔട്ട് ചെയ്തതിന് ശേഷം 2018 ഈ സിനിമ ആ സമയത്ത് സെറ്റ് ആയത്. ആൻഡ് ആ സിനിമയിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനും ഓരോരോ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും എനിക്ക് സിനിമയിൽ പേടി തോന്നിയതും ശരിക്കും വീണ്ടും കാണുമ്പോൾ പോലും അത്രത്തോളം ആ ഒരു ടെറർ ഫീൽ തോന്നിയതും ആ ദാദിയുടെ ക്യാരക്ടറാണ്. അതിന്റെ ആ സൗണ്ട് മോഡുലേഷൻ, അതുപോലെ ആ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് മിസ്റ്ററീസ്. തുമ്പാട് എന്ന് പറയുന്ന വില്ലേജിൽ ആ കൊട്ടാരത്തിൽ എന്താണുള്ളത്, ഹസ്തർ എന്ന് പറയേണ്ട എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു പ്രോപ്പർ യൂണിക് സ്റ്റോറിയും മനുഷ്യന്റെ മറ്റൊരു ഡാർക്ക് സൈഡും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് അവതരിപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എക്കാലത്തെയും ഇന്ത്യ കണ്ട ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു മൂവി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ശരിക്കും ഈ സിനിമയിലുള്ള ആ മഴയൊക്കെ വളരെയധികം ഒറിജിനാലിറ്റിയോട് കൂടിയിട്ടാണ് അത് അവർ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഏതാണ്ട് ഒരു 3-4 വർഷത്തോളം എടുത്തു ആ ഒരു മൺസൂൺ ടൈമിൽ ആ ഒരു പെർട്ടിക്കുലർ സീക്വൻസസ് ഷോട്ട് ചെയ്യാനും അധികം ആളുകളുടെ ആ ഒരു പെരുമാറ്റം ഇല്ലാത്ത പല സ്ഥലങ്ങളും കണ്ടുപിടിച്ചിട്ട് ഈ സിനിമയുടെ സ്റ്റോറിക്ക് സ്യൂട്ടായ രീതിയിലുള്ള ആ ഒരു കഥ സെറ്റ് ചെയ്യാൻ അവർക്ക് ടൈം എടുത്തിരുന്നു. ആൻഡ് അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലത്തെ പുരുഷന്മാരുടെ ചില മെന്റാലിറ്റി ഒക്കെ ഈ സിനിമയിൽ പല സീക്വൻസിൽ കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തന്റെ വില്ലേജിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തന്റെ ഭാര്യയുടെ അടുത്ത് വളരെയധികം ക്രൂവലായിട്ട് പെരുമാറുന്ന ആ ഒരു ക്യാരക്ടറിനെ, വിനായകിന്റെ ആ ഒരു ക്യാരക്ടറിനെ തന്നെ അതിൽ കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ സമയത്ത് സ്വാതന്ത്ര്യ സമരമൊക്കെ അത്രത്തോളം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് സ്ത്രീകള് എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏൺ ചെയ്യാനായിട്ട് തുടങ്ങുന്ന കാര്യത്തിനെയൊക്കെ അത്രത്തോളം വിലക്കുന്ന ആ ഒരു ഒരുപാട് ഇവരുടെ ഒരു സംസാരത്തിലായാലും ആക്ഷൻസിലായാലും ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു അന്നത്തെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം അല്ലെങ്കിൽ സോഷ്യൽ എന്തായിരുന്നു ആ സൊസൈറ്റിയിൽ നടന്നിരുന്നത് എന്നുള്ളതൊക്കെ പറയാനായിട്ടും ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഈ പടം ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ പടം തുടങ്ങുന്നതിന് മുന്നേ ചെറിയ രീതിയിലുള്ള ചില കമന്റടികളും ചില ഒരു ഗ്യാങ് വന്നിട്ടുള്ള സംസാരം ഉണ്ടായിരുന്നു. പക്ഷെ പടം ഈ കഴിഞ്ഞ് അവസാനിക്കുന്നത് വരെ വേറെ വലിയൊരു വർത്താനം ഇല്ലാണ്ട് ഒരു പടം റിലീസായിട്ട് ചെയ്തതാണെങ്കിൽ പോലും ആദ്യമായിട്ട് കാണുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു ഓഡിയൻസിന്റെ അടുത്ത് നിന്ന് കിട്ടിയിരുന്നത്. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ചില സീനുകൾ ഇതൊരു ഹൊറർ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലും ശരിക്കും ഒരുപാട് ആ ഒരു സ്ഥലത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പെട്ടെന്നുള്ള ചില ജെം സ്കെയർ സീൻസ് ഉണ്ട്. പക്ഷെ അതിന്റെയൊക്കെ നല്ലൊരു പീക്ക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ആ ദാദിയുടെ സീൻസും അതുപോലെ ആ ഒരു ട്രഷർ എടുക്കാൻ പോകുന്ന സമയത്തുള്ള ചില സംഭവങ്ങളൊക്കെ വളരെ തിയേറ്ററിൽ ആ ഒരു ആ വലിയൊരു സ്ക്രീനിന്റെ മുമ്പിൽ ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത് വളരെയധികം എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നിങ്ങളിൽ പലരും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ റിലീസ് ഇപ്പൊ ആയിട്ടുണ്ട്, അങ്ങനെ പോയി നിങ്ങൾ ഈ സിനിമ കാണുകയാണെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണിത്. ഈ പടത്തെ കുറിച്ചിട്ട് യാതൊരു ഐഡിയ ഇല്ലാണ്ട് അങ്ങനെ ഒരു പടം റിലീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കാണാൻ പോവാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു ലക്ക് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ബട്ട് കണ്ടവരായാൽ പോലും റിലീസ് ആയിട്ട് കാണുമ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണോ ഒരു വലിയ ക്യാൻവാസിൽ ആ ഒരു വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ അവർക്ക് പറ്റുന്നത്, അതിന്റെ ഒരു പീക്ക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പടത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് കാത്തിരുന്ന ഒരു മൂവി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം റിലീസ് ആയിട്ടും ഒരിക്കലും ഈ പടം ഒരിക്കലും മിസ് ചെയ്യാതെ കാണണം എന്നുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു. ആൻഡ് അത് ഇന്ന് സാധിച്ചു. ആൻഡ് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വളരെയധികം സർപ്രൈസിംഗ്ലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നെക്സ്റ്റ് ഇയറിൽ അത് പുറത്തു വരികയാണ്. എന്തായാലും ഇങ്ങനെയുള്ള ഒരു റെക്കഗ്നേഷൻ കിട്ടിയ ഒരു മൂവി എന്ന സ്ഥിതിക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ടിന് ഈഗർലി വെയിറ്റിംഗ് ആണ്. ഒരുപാട് ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളും എന്താണ് മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ഒരു അത്യാഗ്രഹത്തിന് അന്ത്യമുണ്ടോ അതോ ഇതിന്റെ മുമ്പത്തെ കഥയാണോ ഒരു പ്രീക്വൽ സ്റ്റോറി ആണോ എന്നുള്ളത് കാത്തിരിക്കുകയാണ്. സോ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ റിലീസ് എക്സ്പീരിയൻസസ് കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യാൻ, കാണാത്തവര് മസ്റ്റ് ആയിട്ട് കണ്ടു നോക്കുക.